ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ വൈകിട്ടത്തേക്ക് എന്ത് ചെയ്യുമെന്നും പറഞ്ഞിരിക്കുമ്പോണ്ട് ഒരു പഴം ഇവിടെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നിട്ട്. അപ്പോൾ ഇത് തൊലി കറുത്തതായാലും പിന്നെ നല്ല പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ ഇവിടെ ആരും അങ്ങനെ കഴിക്കത്തില്ല. അപ്പോൾ ഒരെണ്ണം ഇങ്ങനെ ബാക്കി വന്നപ്പോൾ ഞാൻ വീട്ടിലുള്ള ഐറ്റമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിക്ക് മുന്നേ തന്നെ ഒരു റോബസ്റ്റേഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ തന്നെ കേട്ടോ, കുറച്ച് നാൾക്ക് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വേറെ രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എങ്ങനെ രീതി വേണമെങ്കിലും, റവ വേണമെങ്കിൽ റവ ചേർക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ തെളിഞ്ഞതാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് കേട്ടോ. അപ്പം ഞാൻ പഴം കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 3 അച്ച് ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കച്ചറ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അത് നമ്മൾ അതിൽ ചേർത്തിട്ട് ഈ പഴമൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അല്പം മൈദമാവ് എടുക്കാം. നമുക്ക് ആവശ്യമുള്ള എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അരക്കപ്പ് എടുത്തിട്ട് അതിൻ്റെ ബാക്കി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നും എടുത്തൊന്നുമില്ല. പിന്നെ 1/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള രീതിയിൽ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാമല്ലോ. പിന്നെ അതേപോലെ തന്നെ റവ വേണമെങ്കിൽ റവ ഇട്ട് കൊടുക്കാം, അരിപ്പൊടി വേണമെങ്കിൽ അരിപ്പൊടി ആകുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൈദ മാത്രമായിട്ട് എടുത്തത് കേട്ടോ. പിന്നെ ഞാനിവിടെ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പഞ്ചസാരയും ഏലക്കയും കൂടെ ഒരുമിച്ചിട്ട് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ലൂസാക്കാനും പാടില്ല കേട്ടോ. ലൂസാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ എണ്ണ നന്നായിട്ട് അതിലേക്ക് കുടിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് ഭയങ്കര ഓവർ എണ്ണ ഉണ്ടാവും ആ പൊരിച്ചതിൽ. അപ്പോൾ അതുകൊണ്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമുക്കിങ്ങനെ ഒരു കട്ടിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉപ്പിൻ്റെ പോരായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇതേപോലെ ഒരു ഇത് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഈ ഒരു കട്ടിയിൽ വന്നു കേട്ടോ ഈ മാവ് ഇങ്ങനെ ആക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ അടുപ്പത്ത് ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എല്ലാം വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. ഞാനിവിടെ ഓയിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല പുക വരുന്നുണ്ട്. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. അത് നല്ലോണം ചൂടായിപ്പോയി എണ്ണ. പെട്ടെന്ന് ചൂടാവും. കാരണം അധികം കട്ടിയില്ലാത്ത ഒരു പാത്രം ആയതുകൊണ്ടിട്ടാണ് പെട്ടെന്ന് ചൂടായത് പാത്രം. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി അതിലേക്ക് ഇതേപോലെ ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ. അപ്പോൾ ഇപ്പോൾ എന്തായാലും വെക്കേഷനും കാര്യങ്ങളാണല്ലോ. കുട്ടികൾക്കൊക്കെ ഇപ്പോൾ കുട്ടികൾ ഇങ്ങനെ കഴിക്കൊന്നുമില്ലല്ലോ. ഈ പഴമൊക്കെ പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഇതേപോലെ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് കഴിച്ചോളും. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കുറേ ഓരോന്നും ചേർക്കാനൊക്കെ ഉണ്ടാവും. തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ റവ വേണമെങ്കിൽ, പിന്നെ ഇതേപോലെയൊക്കെ ചോറൊക്കെ അരച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ചോറ് അരച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലും അതിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടെടുത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ലോണം അടിഭാഗമൊക്കെ കളർ മാറിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറായി വരണം കേട്ടോ ഇതേപോലെ. ഉള്ളു അപ്പോൾ എന്തായാലും നല്ലോണം ഇതായിട്ടുണ്ടാവും, പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് ചെറിയൊരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ കാണണം കേട്ടോ. അപ്പോൾ കമൻറ്റുകളൊക്കെ ഒന്ന് മെസ്സേജിലൊന്ന് എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടെങ്കിൽ അതിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതേപോലെ ചെയ്ത് കൊടുക്കാം. പക്ഷെ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ.